എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോയാണ്. എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമ്മൾ സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കും അല്ലേ? അപ്പം നിങ്ങൾ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അപ്പം എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? എനിക്ക് ബാംഗ്ലൂരിലേക്ക് പോകാൻ ഒരു ടിക്കറ്റ് വേണം. അപ്പം അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ബൈ എ ടിക്കറ്റ് ടു ബാംഗ്ലൂർ സിറ്റി. ഐ വുഡ് ലൈക്ക് ടു ബൈ എ ടിക്കറ്റ് ടു ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് ഒരു ടിക്കറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മീനിങ്. ഐ വുഡ് ലൈക്ക് ടു ബൈ എ ടിക്കറ്റ് ടു ബാംഗ്ലൂർ സിറ്റി. ഇനി അടുത്തത്, എനിക്കൊരു സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് വേണം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വോണ്ട് എ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ്. ഐ വോണ്ട് എ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് വേണം എന്നാണ് മീനിങ്. ഇനി നിങ്ങൾ മുംബൈ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ചോദിക്കേണ്ടത് മുംബൈ എക്സ്പ്രസ് എപ്പം എത്തും എന്നാണ്. അതെങ്ങനെ ചോദിക്കും? വെൻ വിൽ ദ മുംബൈ എക്സ്പ്രസ് അറൈവ്. വെൻ വിൽ ദ മുംബൈ എക്സ്പ്രസ് അറൈവ് എന്ന് പറഞ്ഞാൽ മുംബൈ എക്സ്പ്രസ് എപ്പോൾ എത്തും എന്നാണ് മീനിങ്. ഇത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് വില്ല് യൂസ് ചെയ്തത്. അറൈവ് എന്ന് പറഞ്ഞാൽ വന്നു ചേരുക അല്ലെങ്കിൽ എത്തിച്ചേരുക എന്നൊക്കെയാണ് മീനിങ്. അന്നേരം അവർ പറയുന്നത് 6:45 ട്രെയിൻ വരും, 7 മണിക്ക് ട്രെയിൻ പുറപ്പെടും. അതെങ്ങനെ പറയും? ഇറ്റ് വിൽ അറൈവ് അറ്റ് 6:45 AM ആൻഡ് ഡിപ്പാർട്ട് അറ്റ് 7 AM എന്ന് പറഞ്ഞാൽ ട്രെയിന് 6:45 വരും, 7 മണിക്ക് പുറപ്പെടും എന്നാണ്. അറൈവ് എന്ന് പറഞ്ഞാൽ വരിക, ഡിപ്പാർട്ട് എന്ന് പറഞ്ഞാൽ പുറപ്പെടുക. ഇനി നമുക്ക് ചോദിക്കേണ്ടത് ട്രെയിൻ എത്ര മണിക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ എത്തും എന്നാണ്. അതെങ്ങനെ ചോദിക്കും? വെൻ വിൽ ഇറ്റ് റീച്ച് ബാംഗ്ലൂർ സിറ്റി. വെൻ വിൽ ഇറ്റ് റീച്ച് ബാംഗ്ലൂർ സിറ്റി. റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക. അപ്പം എപ്പോൾ അത് ബാംഗ്ലൂർ സിറ്റിയിൽ എത്തും എന്ന് ചോദിക്കാനാണ് വെൻ വിൽ ഇറ്റ് റീച്ച് ബാംഗ്ലൂർ സിറ്റി. അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഇന്ന് രാത്രി 9 മണിയോടുകൂടി അവിടെ എത്തും എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് വിൽ റീച്ച് ദെയർ ബൈ 9 PM ടുനൈറ്റ്. ടുനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എന്നാണ്. അപ്പോൾ ഇന്ന് രാത്രി 9 മണിയോടുകൂടി അവിടെ എത്തും എന്ന് പറയാനാണ് ഇറ്റ് വിൽ റീച്ച് ദെയർ ബൈ 9 PM ടുനൈറ്റ്. ഇനി ഏത് പ്ലാറ്റ്ഫോമിലാണ് മുംബൈ എക്സ്പ്രസ് വരുന്നത് എന്നെങ്ങനെ ചോദിക്കും? ഓൺ വിച്ച് പ്ലാറ്റ്ഫോം ഡസ് ദ മുംബൈ എക്സ്പ്രസ് അറൈവ്. ഓൺ വിച്ച് പ്ലാറ്റ്ഫോം ഡസ് ദ മുംബൈ എക്സ്പ്രസ് അറൈവ്. ഓൺ വിച്ച് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് എന്നാണ് മീനിങ്. ഡസ് ദ മുംബൈ എക്സ്പ്രസ് അറൈവ്. മുംബൈ എക്സ്പ്രസ് വരുന്നത്. സോ മുംബൈ എക്സ്പ്രസ് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് എന്ന് ചോദിക്കാനാണ് ഓൺ വിച്ച് പ്ലാറ്റ്ഫോം ഡസ് ദ മുംബൈ എക്സ്പ്രസ് അറൈവ്. ഇനി സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അവരെങ്ങനെ പറയും? ഓൺ ദ സെക്കൻഡ് പ്ലാറ്റ്ഫോം. ഇനി ട്രെയിനിൽ കയറി കഴിഞ്ഞ് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ TTE വരും. ആ ഒരു കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും? അവർ വന്നിട്ട് ദയവായി നിങ്ങളുടെ ടിക്കറ്റ് തരൂ എന്ന് പറയും, അല്ലെങ്കിൽ കാണിക്കൂ എന്ന് പറയും. കുഡ് യു പ്ലീസ് ഷോ മീ യുവർ ടിക്കറ്റ്. കുഡ് യു പ്ലീസ് ഷോ മീ യുവർ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ദയവായി നിങ്ങളുടെ ടിക്കറ്റ് കാണിക്കൂ എന്നാണ് മീനിങ്. ഷോ മീ യുവർ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റ് എന്നെ കാണിക്കൂ എന്നാണ് അർത്ഥം. ഇനി ID പ്രൂഫ് കാണിക്കാവോ എന്ന് ചോദിക്കണമെങ്കിലോ? കുഡ് യു പ്ലീസ് ഷോ മീ യുവർ ID പ്രൂഫ്. കുഡ് യു പ്ലീസ് ഷോ മീ യുവർ ID പ്രൂഫ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ID പ്രൂഫ് കാണിക്കാമോ എന്നാണ് മീനിങ്. ഇനി ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് നിങ്ങളെങ്ങനെയായിരിക്കും പറയുന്നത്? തീർച്ചയായിട്ടും സർ, ഇതാണ് എൻ്റെ ടിക്കറ്റ്. ഷുവർ സർ, ദിസ് ഇസ് മൈ ടിക്കറ്റ്. ഇതേപോലെ തന്നെ ഇതാണ് എൻ്റെ ID കാർഡ് എന്ന് പറയാം. ദിസ് ഇസ് മൈ ID കാർഡ്. ടിക്കറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ടിക്കറ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ് തിരിച്ചു തരും അല്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ടേക്ക് യുവർ ടിക്കറ്റ്. ടേക്ക് യുവർ ടിക്കറ്റ്. നിങ്ങളുടെ ടിക്കറ്റ് എടുത്തോളൂ എന്നാണ് മീനിങ്. ഇനി ദൂരെ യാത്രയൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്നവരുമായിട്ട് സംസാരിക്കും അല്ലേ? അപ്പം ആ കോൺവെർസേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? നമ്മളുടെ പേര് പറഞ്ഞിട്ട് നമുക്ക് അവരുടെ പേര് ചോദിക്കാം. അപ്പം എൻ്റെ പേര് രശ്മി എന്നാണ്, നിങ്ങളുടെ പേരോ എന്ന് ചോദിക്കണം. ഐ ആം രശ്മി, വാട്ട്സ് യുവർ നെയിം. ഐ ആം രശ്മി, വാട്ട്സ് യുവർ നെയിം. ഐ ആം രശ്മി എന്ന് പറഞ്ഞാൽ ഞാൻ രശ്മിയാണ്. വാട്ട് ഈസ് യുവർ നെയിമിന് പകരമായിട്ടാണ് വാട്ട്സ് യുവർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് എന്താണ്. ഇനി നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്ന് പറയും അല്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? നൈസ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. നൈസ് ടു
മീറ്റ് യു. അപ്പം അതിന് മറുപടിയായിട്ട് എങ്ങനെയായിരിക്കും പറയുന്നത്? നിങ്ങളെയും കണ്ടതിൽ സന്തോഷം. നൈസ് ടു മീറ്റ് യു ടു. നൈസ് ടു മീറ്റ് യു ടു എന്ന് പറഞ്ഞാൽ നിങ്ങളെയും കണ്ടതിൽ സന്തോഷം എന്നാണ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അതെങ്ങനെ ചോദിക്കും? വേർ ആർ യു ഫ്രം. വേർ ആർ യു ഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് മീനിങ്. സോ നമ്മളോട് ആരെങ്കിലും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്, നിങ്ങളോ എന്ന് ചോദിക്കും അല്ലേ? അപ്പം അതെങ്ങനെ പറയാം? ഐ ആം ഫ്രം കോട്ടയം, വാട്ട് അബൌട്ട് യു. ഐ ആം ഫ്രം കോട്ടയം, വാട്ട് അബൌട്ട് യു. അതായത് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്, നിങ്ങളോ എന്നാണ് മീനിങ്. ഇനി നമ്മൾ ചോദിക്കുന്നത് എന്തായിരിക്കും? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അതെങ്ങനെ ചോദിക്കും? വേർ ആർ യു ഗോയിങ്. വേർ ആർ യു ഗോയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് മീനിങ്. വേർ ആർ യു ഗോയിങ്. അതിന് മറുപടിയായിട്ട് ഞാൻ ബാംഗ്ലൂർക്കാണ് പോകുന്നത്, നിങ്ങളോ എന്ന് ചോദിക്കണം. അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഐ ആം ഗോയിങ് ടു ബാംഗ്ലൂർ ആൻഡ് യു. ഐ ആം ഗോയിങ് ടു ബാംഗ്ലൂർ ആൻഡ് യു എന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർക്കാണ് പോകുന്നത്, നിങ്ങളോ എന്നാണ് മീനിങ്. നമ്മളൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ മറ്റേ ആളോട് ചോദിക്കണമെങ്കിൽ വാട്ട് അബൌട്ട് യു അല്ലെങ്കിൽ ആൻഡ് യു എന്നൊക്കെ ചോദിക്കാം. ഇനി അതിന് മറുപടിയായിട്ട് അവർ പറയുവാണ്, ഞാനും എൻ്റെ ഒരു കസിനെ കാണാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അതെങ്ങനെ പറയും? ഐ ആം ഓൾസോ ഗോയിങ് ടു ബാംഗ്ലൂർ ടു വിസിറ്റ് മൈ കസിൻ. ഐ ആം ഓൾസോ ഗോയിങ് ടു ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഞാനും ബാംഗ്ലൂർക്ക് പോവുകയാണ് എന്നാണ്. ടു വിസിറ്റ് മൈ കസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിനെ സന്ദർശിക്കാൻ. സോ ഞാനും എൻ്റെ കസിനെ കാണാൻ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഐ ആം ഓൾസോ ഗോയിങ് ടു ബാംഗ്ലൂർ ടു വിസിറ്റ് മൈ കസിൻ. ഇനി നിങ്ങൾ ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ അതെങ്ങനെ പറയും? ഐ വർക്ക് ഇൻ ആൻ IT കമ്പനി ഇൻ ബാംഗ്ലൂർ. ഐ വർക്ക് ഇൻ ആൻ IT കമ്പനി ഇൻ ബാംഗ്ലൂർ. ഇനി അവർ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾ എത്ര വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ദർ. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ദർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര നാളായിട്ട് അവിടെ ജോലി ചെയ്യുന്നു എന്നാണ് മീനിങ്. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ദർ. നിങ്ങൾ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായെന്ന് വെച്ചോ. അപ്പം നിങ്ങൾ എങ്ങനെ പറയും? ഞാൻ 2 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. അപ്പം ഐ ഹാവ് ബീൻ വർക്കിംഗ് ദർ ഫോർ 2 years. ഐ ഹാവ് ബീൻ വർക്കിംഗ് ദർ ഫോർ 2 years എന്ന് പറഞ്ഞാൽ ഞാൻ 2 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു എന്നാണ് മീനിങ്. അല്ലെങ്കിൽ വെറുതെ 2 വർഷമായിട്ട് എന്ന് പറയാം. ഫോർ 2 years. ഫോർ 2 years. ഇനി നമ്മൾ യാത്രക്കിടയിൽ എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ അപ്പം നമ്മൾ അവരോടും ജസ്റ്റ് ചോദിക്കുമല്ലേ, നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കുമല്ലേ. അപ്പം അതെങ്ങനെയാണ് ചോദിക്കുന്നത്? അപ്പം നിങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കുവാണ്. അപ്പം വുഡ് യു ലൈക്ക് സം ബിസ്ക്കറ്റ്സ്. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണോ എന്നാണ് മീനിങ്. വുഡ് യു ലൈക്ക് സം ബിസ്ക്കറ്റ്സ്. ഇനി നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്ക് വിഷമമാകാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ട് വേണ്ട നന്ദി എന്നുള്ള അർത്ഥത്തിൽ പറയാം. നോ താങ്ക്സ്. ഇനി ഞാൻ ബിസ്ക്കറ്റ് കഴിക്കാറില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഡോണ്ട് ഈറ്റ് ബിസ്ക്കറ്റ്സ്. ഐ ഡോണ്ട് ഈറ്റ് ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ബിസ്ക്കറ്റ് കഴിക്കാറില്ല എന്നാണ് മീനിങ്. ഇനി നിങ്ങൾക്ക് വാഷ്റൂമിൽ വല്ലതും പോകണം. അപ്പം നിങ്ങൾ അടുത്തിരിക്കുന്നയാളോട് എൻ്റെ ബാഗിൽ ഒരു കണ്ണുണ്ടായിരിക്കണേ എന്ന് പറയത്തില്ല, ഞാൻ ഇപ്പം തിരിച്ചു വരാം. അതെങ്ങനെ പറയും? ക്യാൻ യു പ്ലീസ് കീപ്പ് ആൻ ഐ ഓൺ മൈ ബാഗ്. ക്യാൻ യു പ്ലീസ് കീപ്പ് ആൻ ഐ ഓൺ മൈ ബാഗ് എന്ന് പറഞ്ഞാൽ ദയവായി എൻ്റെ ബാഗിൽ ഒരു കണ്ണുണ്ടായിരിക്കണേ എന്നാണ് മീനിങ്. ഐ വിൽ ബി ബാക്ക് ഇൻ എ മിനിറ്റ്. ഐ വിൽ ബി ബാക്ക് ഇൻ എ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 1 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാം എന്നാണ് മീനിങ്. ഇനി അവരിറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പറയുന്നത്? ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുവാണെന്ന് പറയും അല്ലേ. അപ്പം അതെങ്ങനെ പറയാം? ഐ ആം ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ. ഐ ആം ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങുക എന്ന് പറയാൻ വേണ്ടി ഗെറ്റ് ഓഫ് ആണ് പറഞ്ഞത് അല്ലേ. അപ്പം ട്രെയിന്, പ്ലെയിന്, ബസ് ഇതുപോലെ നമുക്ക് നിന്ന് പോകാവുന്ന വാഹനങ്ങളില്ലേ, അതിൽ നിന്നെല്ലാം ഇറങ്ങുന്നതിന് ഗെറ്റ് ഓഫ് എന്നാണ് പറയുന്നത്. കയറുന്നതിന് ഗെറ്റ് ഓൺ എന്നും. സോ ഐ ആം ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് എന്നാണ് മീനിങ്. പിന്നെ പോകാൻ നേരത്ത് നമ്മൾ പറയത്തില്ലേ, നിങ്ങളെ കണ്ടത് വളരെ സന്തോഷകരമായിരുന്നു. ഇറ്റ് വാസ് സോ നൈസ് മീറ്റിംഗ് യു. ഇറ്റ് വാസ് സോ നൈസ് മീറ്റിംഗ് യു എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ടത് വളരെ സന്തോഷകരമായിരുന്നു എന്നാണ്. പിന്നെ നമ്മളിങ്ങനെ പറയത്തില്ലേ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണാം.
See you sometime later. See you sometime later. അതായത് പിന്നീട് എപ്പോഴെങ്കിലും കാണാം എന്നാണ് മീനിങ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.